മോഹൻലാലിന്റെ വമ്പൻ പ്രതീക്ഷയുള്ള ഒരു സിനിമ കുറച്ച് കാലതാമസം എടുക്കുമെങ്കിലും ആ പ്രോജക്റ്റ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇത് പറയുമ്പോൾ നമുക്ക് അടുത്തിടെ ഇറങ്ങിയ തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങേണ്ടി വരും. കാരണം തുടരുമെന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ നമ്മളെ വിസ്മയിപ്പിക്കുകയും ചെയ്തു. ആ നടൻ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഗംഭീര കഥയും അഭിനയിക്കാനുള്ള മുഹൂർത്തങ്ങളും മോഹൻലാലിന് കൊടുത്താൽ ആ മോഹൻലാൽ മാജിക് വീണ്ടും നമുക്ക് കാണാൻ കഴിയുമെന്ന് തരുൺ മൂർത്തി അദ്ദേഹത്തിന്റെ പടത്തിലൂടെ മോഹൻലാലിനെ വെച്ച് കാണിച്ചു തന്നു. അപ്പോൾ ഇതിലും വലിയ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന, മോഹൻലാലിനെ വെച്ച് ഇതിലും ബെസ്റ്റ് പെർഫോമൻസ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധായകൻ നമ്മുടെ ഇവിടെയുണ്ട്. അദ്ദേഹമായുള്ള ചിത്രം അതൊരു വലിയ പ്രേക്ഷക വിരുന്ന് തന്നെയായിരിക്കും. അതും സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങളാണ് പറയാൻ വരുന്നത്. തുടരും വെറും സാമ്പിൾ മാത്രമാണ്. കരിയർ ബെസ്റ്റ് സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ മോഹൻലാലിനെ വെച്ചൊരു ഗംഭീര സിനിമ ഒരുക്കാൻ ഒരുങ്ങുന്നു എന്നത് തന്നെ പറയേണ്ടതുണ്ട്. അത് സാക്ഷാൽ ബ്ലെസ്സിയാണ്. തിയേറ്ററുകൾ നിറഞ്ഞോടിയാണ് മോഹൻലാൽ നായകനായ തുടരും മുന്നേറുന്നത്. ബോക്സ് ഓഫീസിൽ ഗംഭീര ചലനമാണ് തുടരുമെന്ന ചിത്രം സൃഷ്ടിച്ചതും റെക്കോർഡുകളെല്ലാം മറികടന്നതും. ഇപ്പോഴത്തെ മോഹൻലാൽ ബ്ലെസ്സിയുമായി കൈകോർക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നതുമുണ്ട്. ആടുജീവിതം എന്ന ക്ലാസിക് ചിത്രത്തിന് ശേഷം ബ്ലെസ്സി ഒരുക്കുന്ന അടുത്ത ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമെന്ന് റൂമറുകൾ ഉണ്ടായിരുന്നു. അതിനെ ശക്തിപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് അവസാന ഘട്ടത്തിലാണെന്നും ഈ വർഷം തന്നെ അനൗൺസ്മെന്റ് ചെയ്യുമെന്നുമാണ് കരുതപ്പെടുന്നത്. അടുത്ത വർഷം ഷൂട്ടിംഗ് ആരംഭിക്കുമെന്ന് കരുതിയിരുന്ന ചിത്രം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ സ്റ്റാർട്ടാകുമെന്നാണ് ചില വിവരങ്ങൾ. മോഹൻലാലിലെ നടനെ പരമാവധി ഉപയോഗിക്കുന്ന സബ്ജക്ട് തന്നെയാകും ബ്ലെസ്സി ഒരുക്കിയിരിക്കുക എന്നാണ് ആരാധകർ കരുതുന്നത്. ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രമായാണ് ബ്ലെസ്സി മോഹൻലാലിനെ അവതരിപ്പിക്കുന്നത് എന്നാണ് റൂമറുകൾ. ഇതിനു മുമ്പ് ബ്ലെസ്സിയും മോഹൻലാലും ഒന്നിച്ചപ്പോഴെല്ലാം മികച്ച കഥാപാത്രങ്ങളാണ് സിനിമാ പ്രേമികൾക്ക് ലഭിച്ചത്. 2005 ഇരുവരും ആദ്യമായി ഒന്നിച്ചത്. അൾഷിമേഴ്സ് രോഗത്തിന്റെ ഭീകരത കാണിച്ചു തന്ന തന്മാത്ര എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മോഹൻലാലിനെ തേടിയെത്തിയിരുന്നു. ഇരുവരും വീണ്ടും ഒന്നിച്ച ഭ്രമരത്തിലും മോഹൻലാലിന്റെ അവിസ്മരണീയ പ്രകടനം കാണാൻ സാധിച്ചു. ആ വർഷത്തെ ദേശീയ അവാർഡിൽ അവസാന റൗണ്ട് വരെ ഭ്രമരം എത്തിയിരുന്നു. ഇതേ കോംബോ മൂന്നാമത് ഒന്നിച്ച പ്രണയവും നിരൂപക പ്രശംസ ലഭിച്ച ഒന്നായിരുന്നു. മോഹൻലാലിന്റെ മികച്ച പ്രകടനം പ്രണയത്തിലും കാണാൻ സാധിച്ചു. ഈ 3 സിനിമകളുടെയും മുകളിൽ നിൽക്കുന്ന ഒന്നാകും അടുത്ത സിനിമയെന്നാണ് സിനിമാ ലോകം പ്രതീക്ഷിക്കുന്നത്. സത്യനന്ദിക്കാടും മോഹൻലാലും 10 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ഹൃദയപൂർവ്വമാണ് മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് സിനിമയാണ്. ഫീൽ ഗുഡിനപ്പുറം മറ്റു ചില പുതിയ മുഹൂർത്തങ്ങളും ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. വ്യത്യസ്തമായ ഒരു സത്യനന്ദിക്കാട് ചിത്രം. ഇതിനൊക്കെ ശേഷം മോഹൻലാലിന്റെ വരാൻ പോകുന്ന പല സിനിമകളും വളരെ ചൂസി ആയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മോഹൻലാൽ ഗംഭീരമായുള്ള സെലക്ഷൻ നടത്തുന്നു എന്നതും ഈ തുടരുമെന്ന ചിത്രവും വെച്ച് നമുക്ക് പറയാൻ കഴിയും. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് പ്രേക്ഷകർ പോലും പറയുന്നത്. ഇന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന പല സിനിമകളും മോഹൻലാലിന്റെ കിറ്റിലുണ്ട്. അതിൽ ദൃശ്യം 3യും L3യും ഒക്കെ വരാനിരിക്കുന്നതാണ്. ഒന്നിൽ മോഹൻലാൽ എന്ന താരത്തെയും മറ്റൊന്നിൽ മോഹൻലാൽ എന്ന നടനെയും കൊണ്ടുവരുന്ന സിനിമകളാണ് വരാൻ പോകുന്നത്. രണ്ടും ഒരുമിച്ചെത്തിയ ചിത്രമായിരുന്നു തുടരുമെന്ന ചിത്രം. അതുപോലൊരു ചിത്രമാണ് പ്രേക്ഷകർ ഇപ്പോൾ വലിയ രീതിയിൽ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്നതും. അങ്ങനെയും ചിലതൊക്കെ വരാൻ പറ്റട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നതും. കാരണം മോഹൻലാലിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മലയാള സിനിമയ്ക്ക് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യാണ്. ബ്ലെസ്സിക്ക് പോലും മോഹൻലാലിനെ ആ രീതിയിൽ ഉപയോഗിച്ചാൽ ഗംഭീര പ്രേക്ഷക പ്രീതിയുള്ള സിനിമകൾ, ഹിറ്റ് സിനിമകൾ ഉണ്ടാക്കാൻ സാധിക്കും. ബോക്സ് ഓഫീസിൽ വീണ്ടും ഇങ്ങനെയൊരു മോഹൻലാൽ ആധിപത്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാ അർത്ഥത്തിലും വിമർശകരെ വരെ ഞെട്ടിച്ച കളക്ഷനാണ് കഴിഞ്ഞ 2 മാസത്തിൽ ഉണ്ടായത്. തിയേറ്ററിൽ ക്ലീനിംഗ് സ്റ്റാഫായി ജോലി ചെയ്യുന്ന ഒരു അമ്മയെ എനിക്കറിയാം. ഇടക്കാലത്ത് അവർക്ക് പെൻഡിങ് വന്ന ചെറിയ തുക ഒക്കെ ചേർത്ത് ഈ മാസം ശമ്പളം നൽകി എന്നാണ് പറഞ്ഞത്. തിയേറ്റർ ബിസിനസ് ഇങ്ങനെ വളരുമ്പോൾ ശരിക്കും മോഹൻലാൽ പോലും അറിയാതെ ഇത്തരം ഒരുപാട് ആളുകളും അതിന്റെ ഗുണഭോക്താക്കൾ ആകുന്നുണ്ട്. മോഹൻലാൽ തന്നെ ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് പടങ്ങളെ ഡീഗ്രേഡ് ചെയ്ത് പരാജയപ്പെടുത്തുന്നു എന്നാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേറെ ഒരു പടം എഴുതി കൊന്നാലും മോഹൻലാലിന്റെ പടങ്ങളെ അത് സാധ്യമല്ല. ആ സിനിമ മോശമാണെങ്കിൽ അതിനെ കളിയാക്കി ഉള്ള കണ്ടന്റുകൾക്ക് റീച്ച് കിട്ടിയേക്കാം. നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ഇനിയും ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. മുൻപ് പറഞ്ഞതുപോലെ TK രാജീവ് കുമാറിന്റെ പോലെ വൻ റിസ്ക് ഉള്ള ഓപ്ഷനുകൾ വർഷത്തിൽ ഒന്നാക്കി ബാക്കിയുള്ള സമയം നല്ല സംവിധായകർക്കും എഴുത്തുകാർക്കും ഒപ്പം ചെയ്യണം. പുതിയ എഴുത്തുകാർക്കും പുതിയ സംവിധായകർക്കും ഒപ്പം. തരുണ് വന്നതുപോലെ ദിലീഷ്, ശ്യാം, ആഷിഖ് അബു, ടിനു പാപ്പച്ചൻ ഒക്കെയായി പടം വരണം എന്ന് പ്രേക്ഷകർ പോലും പറയുന്ന അവസരമാണ് ഇപ്പോൾ. ബ്ലെസ്സി പോലുള്ള സംവിധായകർക്കും മോഹൻലാലിലെ ആ നടനെ കൊണ്ടുവരാൻ കഴിയും. നടനെയും താരത്തെയും വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇതൊക്കെയാണ് സംഭവിക്കുക.